إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. തൊഴിലിൻ്റെയും മറ്റുമൊക്കെ പ്രാധാന്യവും തൊഴിലാളികളുടെ മഹത്വവും ഒക്കെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദിനം. നമ്മൾ അധ്വാനിക്കുന്നത്, തൊഴിൽ ചെയ്യുന്നത് പണം സമ്പാദിക്കുവാൻ വേണ്ടിയാണ്. പണം മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യമാണ് എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. വലാ തുഅ്തു സുഫഹാ അംവാലക്കുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിലനിൽപ്പായി തന്ന സമ്പത്തിനെ നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കരുത് എന്ന് ഖുർആൻ യതീമുകളുടെയും മറ്റുമൊക്കെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ആ സ്വത്തിന്റെ അവകാശി ആ യതീമായ കുട്ടിയാണ് എങ്കിലും അവന് കാര്യബോധമില്ലെങ്കിൽ, ആ സമ്പത്ത് ഇപ്പോൾ അവനെ ഏൽപ്പിച്ചാൽ അത് നശിപ്പിച്ചു കളയുന്ന രീതിയിലാണെങ്കിൽ അവരുടെ കയ്യിൽ സമ്പത്ത് കൊടുക്കരുത്. അവരുടെ കയ്യിൽ നിങ്ങളുടെ ബിസിനസിന്റെ താക്കോലുകൾ നിങ്ങൾ ഏൽപ്പിക്കരുത്. അവർ നിങ്ങളുടെ മക്കളായാലും അവർ പൊളിച്ചു കളയൂ അതിനെ. അവർക്ക് സമ്പത്തിന്റെ വാല്യൂ മനസ്സിലായിട്ടില്ല എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങളുടെ നിലനിൽപ്പായിക്കൊണ്ടാണ് ആ സമ്പത്തിനെ അള്ളാഹു നിങ്ങൾക്ക് തന്നത്. പണമില്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയോ? ഇല്ല. പണം അത്യാവശ്യമാണ്. ഒരു തൊഴിലുണ്ടാവുക എന്നത് അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് എന്നത് തന്നെയാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ദുനിയാവിലേക്ക് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്, അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നത് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയല്ല. ആത്യന്തികമായി അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടത് പണമുണ്ടാക്കുക എന്നതല്ല നമ്മളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. മറിച്ചോ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നതാരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാരാണ് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ദുനിയാവിലേക്ക് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ചില മോട്ടിവേഷൻ സ്പീക്കർമാർ പുതുതലമുറയോട്, സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഒരു വിഷയമുണ്ട്. പണമില്ലാത്തവൻ പിണം, പണമുണ്ടായാൽ മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുക, വീണ്ടും അധ്വാനിക്കുക, ഇന്ന് ഏൺ ചെയ്തതിനേക്കാൾ നാളെ സമ്പാദിക്കുക
ഈ മാസത്തിനേക്കാൾ അടുത്ത മാസം സമ്പാദിക്കുക. ഓരോ മാസവും നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക, അത് വീണ്ടും പെരുപ്പിക്കുക. ഇങ്ങനെ ഇത് മാത്രം മനുഷ്യനോട് സംസാരിക്കുന്ന ആളുകൾ, പണത്തെക്കുറിച്ച് മാത്രം പുതിയ തലമുറയെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ, പണമുണ്ടാക്കുന്ന ഒരു മെഷീന് പോലെ ആണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന രീതിയിൽ നമ്മെ ഉപദേശിക്കുവാൻ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ദുനിയാവിൽ അള്ളാഹു അയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരവായി അയാൾ കാണുന്നത് അയാൾക്ക് പണം കിട്ടുക എന്നുള്ളതാണ്. ഒരാൾക്ക് തിളക്കമുള്ള ജോലി ഉണ്ടായാൽ, ഉന്നത ജീവിത സാഹചര്യം ഉണ്ടായാൽ, അയാൾ മനസ്സിലാക്കുന്നത് അള്ളാഹു അത് നൽകിയ ആളെ പടച്ചോൻ ആദരിച്ചിരിക്കുന്നു, അയാൾക്ക് ആരല്ലേ, അയാൾക്കൊക്കെ പടച്ചോൻ നൽകിയ സൗകര്യം എത്രയല്ലേ എന്ന് വിചാരിച്ച് എന്ന തരത്തിൽ വിചാരിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ സമ്പത്ത് നൽകപ്പെട്ട ആളുകൾ അവര് ആദരവോടുകൂടി നോക്കിക്കാണുന്നു. അത് നൽകപ്പെടാത്തത് പടച്ചോൻ അത് തനിക്ക് കുറച്ചു തന്നത് പടച്ചോൻ തന്നെ നിന്ദിച്ചതാണ് എന്ന രീതിയിൽ മനുഷ്യന്മാർ സംസാരിക്കുന്നു. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇതിനെ ഖുർആൻ നമ്മളോട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ വിഷയത്തെ സംസാരിക്കുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ ശരിക്കും വിശ്വാസത്തെ മനസ്സിലാക്കാത്ത മനുഷ്യൻ അള്ളാഹു അവനെ പരീക്ഷിക്കുകയും പരീക്ഷണമായി കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിക്കുകയും അവനെ ആദരിക്കുകയും അവൻ അനുഗ്രഹം നൽകുകയും ചെയ്താൽ അവൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ, പടച്ചോൻ എന്നെ ആദരിച്ചിരിക്കുന്നു കേട്ടോ, എനിക്ക് പണം തന്നിരിക്കുന്നു, എനിക്ക് സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. എന്നിട്ടോ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഇനി ഒരാളെ പടച്ചോൻ പരിശോധിക്കുകയും അയാൾക്ക് കണക്കടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അളവനുസരിച്ച് അയാൾക്ക് പണം കൊടുക്കുകയും ചെയ്താൽ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ നൽകി അയാൾക്ക് ആവശ്യമായത് മാത്രം നൽകിയാൽ അയാൾ പറയും ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബെന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നാ മനുഷ്യൻ പറയും. പണമാണ് നിന്ദ്യതയുടെയും ഔന്നിത്യത്തിന്റെയും അളവുകോൽ എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാർ അവരെ തൊട്ടടുത്ത വചനത്തിലൂടെ അള്ളാഹു വിമർശിക്കുകയാണ്. കല്ലാ കല്ലാ, അങ്ങനെയല്ല മനുഷ്യരെ. ബല്ലാ തുക്രിമൂനൽ യതീം, നിനക്ക് പണമുണ്ടായിട്ട് ആ പണം കൊണ്ട് നീ യതീമിനോട് ആദരവ് കാണിച്ചില്ല. നിന്റെ പണം അല്ല നിന്നെ ആദരണീയനാക്കുന്നത്. പാവപ്പെട്ടവന്റെ വേദനകളിൽ, യതീമിന്റെ സങ്കടങ്ങളിൽ നീ ചേർന്ന് നിൽക്കുമ്പോ, നിന്റെ പണം കൊണ്ട് തണലേകുമ്പോ അവിടെയാണ് നീ ആദരണീയനായി മാറുന്നത്. വലാ തഹാദൂന അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രേരണ നൽകുന്നയാളായിരുന്നില്ല നീ. നിന്റെ അടുത്ത് പണം ഉണ്ടായാൽ നീ ആദരണീയനായി മാറുന്നില്ല. നീ അനന്തര സ്വത്തിനെ അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. പണത്തെ നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മളോട് ഓർമ്മപ്പെടുത്താണ്. പണം ലഭിച്ചേ ഇല്ല എന്നുള്ളതല്ല ആദരണീയതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ആ നൽകപ്പെട്ട പണം കൊണ്ട് പാവപ്പെട്ടവർക്കും പ്രയാസപ്പെടുന്നവർക്കും അവരുടെ സങ്കടങ്ങളിൽ ചേർന്ന് നിൽക്കുകയും അവർക്ക് താങ്ങാകുവാനും തണലാകുവാനും നിനക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആദരണീയതയുടെ മാനദണ്ഡം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇസ്ലാം പണം സമ്പാദിക്കുന്നതിനെയും അധ്വാനിക്കുന്നതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, അപ്പം പണം ഉണ്ടാക്കണ്ടേ, പണം വേണ്ടേ എന്നൊരു ചോദ്യം തീർച്ചയായും നമ്മളുടെ മനസ്സിലുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാ. ഖുർആൻ വളരെ ക്ലിയർ ആയിട്ടും പറയാണ്, ചില മനുഷ്യന്മാർ, അള്ളാഹുവിന്റെ പള്ളികൾക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്ന ചില മനുഷ്യന്മാർ, ലാ തുൽഹീഹിം തിജാറ, അവരുടെ ബിസിനസ് അവർ അശ്രദ്ധമാക്കുകയില്ല, വലാ ബൈഅ്, അവരുടെ കച്ചവടവും അവർ അശ്രദ്ധമാക്കുകയില്ല, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, അതുപോലെ നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന്, സകാത്ത് കൊടുക്കുന്നതിൽ നിന്ന്. ഈ സകാത്തിനെയും നമസ്കാരവും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരേതൊക്കെ കച്ചവട തിരക്കുകളിലായിരുന്നാലും അവരെന്തൊക്കെ സമ്പാദനത്തിന്റെ സമയങ്ങളിലായിരുന്നാലും അവർ ഇതിനെയൊന്നും മറക്കൂല എന്നതാണ് വിശ്വാസിയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്
പറഞ്ഞു തരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഖുർആൻ വളരെ ക്ലിയറായും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജുമുഅയെ പറ്റി പറയുമ്പോ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി എന്ന് തുടങ്ങുന്ന നമുക്കൊക്കെ അറിയുന്ന വചനം. ജുമുഅക്ക് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ ബിസിനസ്സുകളും നിങ്ങൾ അവസാനിപ്പിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അതിനുശേഷം പറയുന്നത് എന്താ? ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ആ ജുമുഅ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരാധനകളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, എന്നിട്ടോ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിക്കുക. തീർച്ചയായും സമ്പാദിക്കുവാനും നമ്മളുടെ സമ്പത്തും നമ്മളുടെ തൊഴിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ തന്നെയാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഈ തിരക്കുകൾ കാരണം നമ്മൾ നമസ്കാരത്തെയും പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയെയും മറ്റു കാര്യങ്ങളെയും മറന്നു പോകരുത് എന്നതാണ് ഖുർആൻ നമ്മളോട് വളരെ ഗൗരവമായും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. കമ്മ്യൂണിസം ഒരു മനുഷ്യനിർമ്മിത പ്രത്യേക ശാസ്ത്രമാണ്. ഞാൻ അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കോ ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ പറയുകയോ സംസാരിക്കുകയോ അല്ല. ഒരാശയധാര എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഒരു കാറൽ മാർക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നാട്ടിലെ ആളുകളെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കാണുന്നുണ്ട്. ഒരുപാട് മുതലാളിമാർ അവരുടെ പത്താഴപ്പുരകളിൽ എമ്പാടുമായി സ്വത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു. അപ്പുറത്ത് പാവപ്പെട്ട മനുഷ്യന്മാർ ഒരു ദിവസത്തെ കഞ്ഞികുടിക്ക് പോലും വകയില്ലാതെ പട്ടിണിയിൽ അമർന്നു കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ. അദ്ദേഹം ഇത് കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സങ്കടം ഉണ്ടാവുകയാണ്. അദ്ദേഹം ഇതിൽ നിന്നൊരു സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. തൊഴിലാളി മുതലാളി എന്ന വേർതിരിവുണ്ടാവാൻ പാടില്ല. തൊഴിലാളി മുതലാളി എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് അവസാനിക്കണം. അതിന് അവസാനിക്കേണ്ടത് മനുഷ്യന്റെ മൂലധനം, മനുഷ്യൻ സൂക്ഷിപ്പ് സ്വത്തായിട്ട് അവന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്വത്തുണ്ടാകാൻ പാടില്ല എന്ന സിദ്ധാന്തം അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ എഴുതി വെക്കുകയാണ്. അതിൽ നിന്നാണ്, ആ ആശയത്തെ സ്വീകരിച്ചുകൊണ്ടാണ് USSR, സോവിയറ്റ് യൂണിയൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം നിർമ്മിതമാകുന്നത്. അവിടെ ഒരു സമത്വ സുന്ദര സ്വർഗം സ്ഥാപിക്കപ്പെടുമെന്ന് ആളുകൾ സ്വപ്നം കാണുന്നുണ്ട്. അവരോട് അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ആളുകൾ അവരുടെ കൃഷിയിടങ്ങളിൽ ചെന്ന് കൃഷി ചെയ്തപ്പോ ആ ചെയ്ത കൃഷിയെല്ലാം സ്റ്റേറ്റ് കൊയ്തുകൊണ്ടുപോയി. എല്ലാവരുടേതും 10 ഏക്കർ സ്ഥലമുള്ളവനും 5 സെന്റ് സ്ഥലമുള്ളവനുമെല്ലാം കൃഷിയുണ്ടാക്കി. ആ കൃഷിയുടെ ധാന്യങ്ങളും കാര്യങ്ങളും എല്ലാം സ്റ്റേറ്റ് വന്നുകൊണ്ട് കൊയ്തുകൊണ്ടുപോയി. എന്നിട്ട് ആളുകൾക്കിടയിൽ അത് തുല്യമായി വീതിക്കുക എന്ന സിദ്ധാന്തമുണ്ടാക്കി. പറഞ്ഞു കേൾക്കുമ്പോ മനോഹരമായ ഒരു സിദ്ധാന്തമായി നമുക്ക് തോന്നും. പക്ഷെ അത് പ്രായോഗിക രീതിയിലേക്ക് വന്നപ്പോ സംഭവിച്ചത് എന്താണ്? ആളുകൾ മടിയന്മാരായി മാറി. എത്ര ഞാൻ അധ്വാനിച്ചാലും ഒരു നിശ്ചിത അളവ് മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവര് ഏറ്റവും എളുപ്പമുള്ളത് കൃഷി ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിച്ചു. എല്ലാവരും എളുപ്പമുള്ളത് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചു. പ്രധാനപ്പെട്ടതും മറ്റു കൂടുതൽ ലാഭം ഉണ്ടാകുന്നതിനൊന്നും ആളുകൾ ശ്രദ്ധ കൊടുത്തില്ല. കൂടുതൽ അധ്വാനം ഉണ്ടാകുന്നതിന് ആളുകൾ ശ്രദ്ധ കൊടുത്തില്ല. എന്താ സംഭവിച്ചത്? ഉൽപാദനം കുറഞ്ഞു. അതുപോലെ തന്നെ ചില കൃഷികൾ ധാരാളമായി ഉണ്ടായി, ചില കൃഷികൾ ഇല്ലാതെയായി. ആ നാട് അസ്ഥിരമായി, ആ നാട് തകർന്നു. അത് നമ്മളുടെ മുന്നിൽ ഒരു ചരിത്ര യാഥാർത്ഥ്യമായി കൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു ഓർമ്മപ്പെടുത്തലായി നമ്മളുടെ മുന്നിൽ ഉള്ളതാണ്. ഒരാളുടെ മൂലധനം എന്നത്, ഒരാൾ സ്വയം അധ്വാനിച്ചയാൾ സമ്പത്ത് ശേഖരിച്ചു വെക്കുക എന്നത് ഇല്ലാതെയാക്കിയപ്പോ സാമ്പത്തിക സുസ്ഥിരത തന്നെ തകർന്നു വീണു എന്നതാണ് USSRന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്ലാം അധ്വാനിക്കുന്നിടത്ത് ലിമിറ്റും അളവും വെച്ചിട്ടില്ല. ഖുർആൻ നമ്മളോട് പറയുന്നത് അധ്വാനിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല. അല്ലാഹുവാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് അധ്വാനിക്കുവാനും സമ്പാദിക്കുവാനുമെല്ലാമായി കീഴ്പ്പെടുത്തി തന്നത്. ഫംശൂ ഫീ മനാകിബിഹാ, അതിന്റെ വിരിമാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, അതിന്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക. വഇലൈഹി നുശൂർ, ന്യായാന്യായങ്ങൾ നോക്കണം. നിങ്ങൾ അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ഓർമ്മയുണ്ടാകണം എന്നതാണ് ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അധ്വാനിക്കുവാനും നമ്മളോട് കഴിയുന്നത് സ്വീകരിക്കുവാനും സമ്പാദിക്കുവാനും എല്ലാം അനുവാദം തരുമ്പോ തന്നെ അതിൽ നിന്ന് പാവപ്പെട്ടവനെ കാണുവാനും അവന് സക്കാത്തിന്റെയും സദഖയുടെയും അളവ് അവന് നൽകുവാനുമാണ്
ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ വിജയം കൊയ്യുന്നത്. ലോകത്ത് പ്രവാചകന് ശേഷമുള്ള ഭരണകൂടങ്ങളിൽ സക്കാത്തിന്റെ വ്യാപനം കാരണം സമ്പത്ത് സക്കാത്ത് സ്വീകരിക്കുവാൻ ആളില്ലാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായി എന്നത് ചരിത്രം നമുക്ക് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു പറഞ്ഞു തന്ന സാമ്പത്തിക വ്യവസ്ഥിതി അത് സ്വീകരിക്കുക എന്നത് തന്നെയാണ് പരിഹാരം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തർക്കും അവർക്ക് യോജിച്ച തൊഴിലുണ്ട്. ആ തൊഴിലാണ് എല്ലാവരും ഓരോരുത്തർക്ക് പറ്റിയ പണി ഉണ്ടാവും. ചിലർക്ക് നല്ല ബിസിനസ്സിന് കഴിവുള്ളവരുണ്ടാകും, ചിലർ തെങ്ങ് കയറാൻ കഴിവുള്ളവരായിരിക്കും, ചിലർക്ക് ചെറിയ രീതിയിലുള്ള തൊഴിലുകൾ ചെയ്യാൻ കഴിയുന്നവരായിരിക്കും. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ നമ്മളോട് പറയാണ്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അവരാണോ നിന്റെ റബ്ബിന്റെ റഹ്മത്തിനെ ആളുകൾക്കിടയിൽ വീതിക്കുന്നത്? നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവരുടെ മഈശത്തിനെ ഉപജീവന മാർഗത്തെ നാം ആണ് അവർക്ക് വീതിച്ചു നൽകിയത്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത് ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ, ചിലരെ കീഴാളരാക്കി വെക്കത്തക്കവണ്ണം ചിലർക്ക് നല്ല ഉയർന്ന ജോലികൾ, ആളുകൾക്കിടയിൽ തിളക്കമുള്ള ജോലികൾ, തിളക്കം കുറഞ്ഞ ജോലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയത് തന്നെയാണ്. ഓരോരുത്തർക്കും അവർക്ക് കഴിയുന്ന രീതിയിലുള്ള സമ്പാദന മാർഗങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് തന്നെയാണ്. അത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ കാര്യവുമാണ്. ഏതൊരു ഡോക്ടർക്കും വീട്ടിലെ തെങ്ങില് തേങ്ങ നിറഞ്ഞു നിന്നാൽ അതിന് ഒരു തെങ്ങ് തൊഴിലാളിയുടെ സഹായം തേടേണ്ടി വരും. ആ തെങ്ങ് തൊഴിലാളിക്ക് തന്നെ രോഗിയായാൽ അയാൾക്ക് ഡോക്ടറെയും ആശ്രയിക്കേണ്ടി വരും. ഈ പാരസ്പര്യമാണ് ഭൂമിയുടെ നിലനിൽപ്പ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ചില ആളുകൾ ബാർബർമാർ വളരെ മോശമാണ് എന്ന രീതിയിൽ ആളുകൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ജാതി വേർതിരിവുകൾ കൊണ്ടുവരുന്ന ആളുകൾ എത്ര ഗൗരവമുള്ള കാര്യമാണ്. ആരാണ് ചില തൊഴിലുകളുടെ പേരിൽ ആളുകളെ മോശപ്പെട്ടവരായും മാറ്റി നിർത്തേണ്ടവരായും പഠിപ്പിച്ചത്? ആരാണ്? പിശാചല്ലാതെ ആരാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് ഇത്തരത്തിലുള്ള ചിത്രതകൾ കൊണ്ടുവന്നത് എന്നത് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. പിശാചിന്റെ വർത്തമാനമാണത്. അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ ഉന്നതനാണ് പടച്ചോനെ. നീ എന്നെ സൃഷ്ടിച്ചത് അഗ്നിയിൽ നിന്നാണ്, നീ അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിനാൽ പടക്കപ്പെട്ടവന് അഗ്നിയാൽ പടക്കപ്പെട്ട ഉന്നതനായ ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനം. ഞാൻ അവനേക്കാൾ ഉന്നതനാണ്, ഞാൻ അവനേക്കാൾ തറവാടിയാണ്, ഞാൻ അവനേക്കാൾ പണക്കൊഴുപ്പുള്ളവനാണ്, ഞാൻ അവനേക്കാൾ ഉന്നതമായ വേതനമുള്ളവനാണ് എന്ന രീതിയിൽ ആളുകളെ വേർതിരിക്കുവാൻ നമുക്കാരാണ് അർഹത നൽകിയത് എന്നത് ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാ അകല അഹദുൻ തആമൻ ഖത്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാള് കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് കൈത്തൊഴിൽ ചെയ്തുകൊണ്ട്, സ്വയം കൈത്തൊഴിൽ ചെയ്തുകൊണ്ട് ഒരാൾ അധ്വാനിക്കുന്ന സമ്പത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ഏത് തൊഴിലിനും അതിന്റെ മഹത്വമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതാണ്. ഒരുപാട് പ്രവാചകന്മാർ ആടിനെ മേച്ചിട്ടുണ്ട്, ഞാനും നാണയത്തുട്ടുകൾക്ക് വേണ്ട ആടിനെ മേച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ആടിനെ മേച്ച് ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കച്ചവടം ചെയ്തു ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തൊഴിലിന്റെ മഹത്വം തന്നെയാണ് എന്നത് തന്നെയാണ്. പണിക്ക് പോകാതെ മടിയന്മാരായി കുടുംബം നോക്കാതെ ജീവിക്കുന്ന ആളുകൾ തെറ്റു തന്നെയാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയണം, അവരിൽ ചിലരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കിയത് കൊണ്ട് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുക എന്ന ബാധ്യതയുള്ളത് കാരണമെന്ന് നമ്മളുടെ സമ്പത്തിൽ നിന്ന് നമ്മളുടെ കുടുംബത്തെ പോറ്റുക എന്നത്, അതിനുവേണ്ടി അധ്വാനിക്കുക എന്നത്, അതിന് കായികമായി ആരോഗ്യമുള്ള ദൃഢതയുള്ള ശരീരം നമുക്ക് തന്നു എന്നത്, അത് നമ്മൾ കുടുംബത്തെ നോക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ തൊഴിൽ എന്നത്, സമ്പാദനം എന്നത് അത് നമ്മളുടെ നിലനിൽപ്പാണ്, അത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്.
അതിന്റെ വില നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിന് നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസ്റ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊഴിലാളികളോട് നന്നായി പെരുമാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. തൊഴിലാളി, മുതലാളി എന്ന രീതിയിൽ പലപ്പോഴും തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ട്. അയാളുടെ ആ തൊഴിൽ നഷ്ടപ്പെട്ടാൽ അയാളുടെ വീട്ടിലെ കഞ്ഞികുടി മുട്ടും എന്ന ഭയമുള്ളത് കൊണ്ട് പലപ്പോഴും മുതലാളിമാരെ പിന്നെ അവരുടെ സേവകരായി മാറുകയും അവരുടെ അന്യായങ്ങൾ ക്ഷമിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പല മുതലാളിമാരും ശമ്പളം കൊടുക്കാതെ, ഒരു റോളിംഗ് സ്വഭാവമുണ്ട് ചില മുതലാളിമാർക്ക്. അർഹതയുള്ളവന് ഇവന്റെ കയ്യിൽ എത്ര പണം ഉണ്ടായാലും അതിങ്ങനെ അവിടെ എടുത്തു വെക്കും. എന്തിനാണെന്ന് അറിയില്ല, പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. തെറ്റാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ? നിങ്ങളുടെ തൊഴിലാളിക്ക് അവന്റെ ശരീരത്തിലെ വിയർപ്പ് പറ്റുന്നതിന് മുൻപ് നിങ്ങൾ അവരുടെ വേതനം നൽകണമെന്നത് ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അപ്പോ ശമ്പളം നൽകാൻ അനാവശ്യമായി വൈകിപ്പിക്കുന്നത് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിരുദ്ധമാണ്, അന്യായമാണ്, അക്രമമാണ്, തെറ്റാണ്, തോന്നിവാസമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ടാകണം. ഇത്തഖി ദഅവതൽ മദ്ലൂമി ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, മദ്ലൂമിന്റെ പ്രാർത്ഥനയെ സൂക്ഷിച്ചോ, അതിനൊരു പ്രശ്നമുണ്ട്. അയാളുടെ മനം നിറഞ്ഞു വിങ്ങിപ്പൊട്ടി അയാൾ പറയുന്ന ആ വർത്താനം ഉണ്ടല്ലോ, അയാളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ദുൽമാണ്, ഈ ചെയ്യുന്നത് അക്രമമാണ്. അള്ളാഹുവിനോട് മനസ്സ് പടഞ്ഞ തൊഴിലാളി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന് ആ ഉടനെ ഇജാബത്ത് കിട്ടും എന്നുള്ള ഗൗരവം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് ഏതൊരു മനുഷ്യനുണ്ടാകേണ്ടുന്ന കാര്യം സത്യസന്ധതയാണ്. നമ്മൾ വിശ്വസിക്കാൻ കഴിയണം, നമ്മളെ ക്യാഷറായിട്ട് ആ പണം ഏൽപ്പിക്കാൻ കഴിയണം. ഏത് തൊഴിലും നമ്മളെ ഏൽപ്പിച്ചു പോയാൽ ഒരു അന്യായവും ഇല്ലാതെ ചെയ്യാൻ കഴിയണം. അയാളിങ്ങനെ മുതലാളിക്ക് ബാക്കിൽ നടന്നാൽ മാത്രം ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആ അലംഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ തെറ്റാണ്. വിശ്വസ്തരായി മാറണം. അതുപോലെ തന്നെ ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾ ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ദുനിയാവിന്റെ പ്രവർത്തനമായിട്ട് പരലോകത്തിന്റെ പ്രവർത്തനമായിട്ട്, അത് ഇത്ഖാനോടുകൂടി, കൃത്യതയോടുകൂടി ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് പടച്ചോന്റെ പ്രീതി കിട്ടുന്ന കാര്യമാണ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൻ ഗശ്ശ ഫലൈസ മിന്ന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വഞ്ചനയും ചതിയും ഒന്നും നമ്മളിൽ നിന്നുണ്ടാകരുത്. വിശ്വസ്തരായി മാറണം. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഇന്ന് ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം നമ്മളുടെ പള്ളി പരിസരത്ത് വെച്ച് അൻസാറുള്ള സംഘം അതിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ് അൻസാറുള്ള സംഘത്തിന്റെ ഒരു സേവനം എന്ന് പറയുന്നത്. പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിച്ച ഒരു കാര്യം, വെട്ടം അബ്ദുള്ള ഹാജി എന്ന നമ്മളുടെ തിരൂര് വെട്ടം പ്രദേശത്തുണ്ടായിരുന്ന ഒരു പ്രബോധകൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി വളവന്നൂരിൽ നിന്ന് കല്ലെറിയാൻ വേണ്ടി പോയ കുറച്ചാളുകൾ അന്ന് വെട്ടം അബ്ദുള്ള ഹാജിയുടെ മനോഹരമായ തൗഹീദി പ്രസംഗം കേട്ട് അവര് തൗഹീദ് മനസ്സിലാക്കി ഈ നാട്ടിലേക്ക് വന്ന് ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഒരു അൻസാറുള്ള സംഘം 1946 സ്ഥാപിച്ച് ഈ അൻസാർ കെട്ടിട സമുച്ചയങ്ങളും ഈ ദാവാ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നതിന് കാരണമായ ഒരു സംഘം വെട്ടം അബ്ദുള്ള ഹാജിയുടെ ആ പ്രബോധനം കേട്ട് കല്ലെറിയാൻ പോയിട്ട് ആ തൗഹീദ് കേട്ടിട്ട് പിന്നീട് ഇവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച, ഇപ്പോഴും അതിന്റെ വിപ്ലവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിന്റെ ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രോഗ്രാം ആണ് നമ്മളുടെ പള്ളിമുറ്റത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി എല്ലാവരും കൃത്യസമയത്ത് തന്നെ ആ പ്രോഗ്രാമിലേക്ക് എത്തണം എന്നത് വളരെ പ്രാധാന്യപൂർവ്വം അറിയിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സൽക്കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم أحسن خاتمتنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا اللهم احفظ بلادنا اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.